ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയത് കാരണം മോർണിംഗിൽ തന്നെ നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂർ കവൻ പാർക്കിലോട്ടൊന്ന് പോയി. നമ്മൾ ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ടാട്ടോ പോയത്. നമ്മൾ 7 o'clock ആകുമ്പോൾ പോയി. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ആയത് കാരണം, സൺഡേ ആയത് കാരണം റോഡിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമുക്ക് പോകാൻ പറ്റി. പിന്നെ നമ്മൾ കവൻ പാർക്കിലോട്ട് പോയി. അപ്പോൾ അതിനകത്താണ് നല്ല ക്ലൈമറ്റ് ചില്ലായിരുന്നു. അത്ര നല്ല ചൂടുമില്ല തണുപ്പില്ല, എന്നാലും രാവിലെ ആ നേരത്തായിരുന്നു നല്ലൊരു ചില്ലായിരുന്നു. നമ്മളൊരു 7:45 ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തി. പിന്നെ അവിടെ ഒരു മാരത്തോൺ നടക്കുന്നത് കാരണം കുറച്ചൊരു തിരക്കൊരു സൈഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷെ എന്നാലും അതിനകത്തൊക്കെ നമ്മൾ കയറി കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. കുറേ പേര് ഇതേപോലെ രാവിലെ നേരത്തെ അവിടെ ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിനും എക്സസൈസ് ചെയ്യാനും അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടി വന്നിരുന്നു. നമ്മളൊരു 1 അവറിൻ്റെ മുകളിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നല്ല ക്ലൈമറ്റും ആയിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ജസ്റ്റ് കുറച്ച് നേരമൊക്കെ നടന്നല്ല അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ പുറത്ത് ആക്ച്വലി അകത്തിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതുപോലത്തെ ബൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ കണ്ടിരുന്നു. അപ്പോൾ എനിക്കിത് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു ഗേറ്റിൽ ഒരു പയ്യൻ ഇത് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു റേറ്റ് എത്രയാണ്. അപ്പോൾ പയ്യൻ പറഞ്ഞു ഫ്രീ ആണ്, കാരണം അവർ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഫ്ലവർ ഷോപ്പിൻ്റെ ഒരു ബിസിനസ് ഇത് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ജിപ്സി ഉണ്ട്, പിന്നെ ഒരു സൺഫ്ലവർ ഉണ്ട്. ബൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്തുള്ള ഒരു രാമേശ്വരം കഫേ പോയി. അവിടെ പോയിട്ട് നമ്മൾ മസാല ദോശയും പൂരിയാണ് കഴിച്ചത്. പക്ഷേ മസാല ദോശ ഭയങ്കര ഗീ ആയിരുന്നു. അത് ഒട്ടും എനിക്കിഷ്ടമായില്ല കേട്ടോ. പക്ഷേ പൂരി നല്ല പൂരിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച്, അതാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു രാമേശ്വരം കഫേയിൽ. നമുക്കിരിക്കാനൊക്കെ കുറച്ച് സ്ഥലം കിട്ടിയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചൊരു 10:30 ആകുമ്പോൾ വീടെത്തി. അപ്പോൾ ഇത്രയുള്ളൂ.